ഹായ് ഹലോ നമസ്കാരം. ഐ എം രജിത ഫ്രം ഒഡീഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉള്ളത് കേരള സ്പെഷ്യൽ ഇഞ്ചിക്കറിയാണ്. ഇവിടെ പറയുന്ന ഇഞ്ചിക്ക് പറയുന്ന പേര് ഒത എന്നാണ്. അപ്പോൾ ഒത കൊട്ടയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്, നമ്മുടെ കേരളത്തിലെ ഇഞ്ചിക്കറി. അപ്പോൾ ഇവിടെ ഇഞ്ചിക്കറി എന്താണെന്ന് പോലും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇഞ്ചിക്കറി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ജിഞ്ചർ, ഒത, ഇവിടെ ഒഡീഷയിൽ പറയുന്നതാണ് ഒത. ഇഞ്ചി നന്നായിട്ട് ചതച്ചെടുത്തത് വേണം. കുറച്ച് പുളി വേണം. പുളിക്ക് ഇവിടെ പറയുന്ന പേര് തിൻതുളി എന്നാണ്. പിന്നെ കറി ലീഫ്, ബെൽ ലീഫ്, ഗ്രീൻ ചില്ലി, സോൾട്ട് വേണം, മുളക് പൊടി വേണം. മുളക് പൊടിക്ക് ഇവിടെ പറയുന്നത് ലങ്ക പൗഡർ. മല്ലിപ്പൊടി വേണം. മല്ലിപ്പൊടി ഇവിടെ ധനിയ പൗഡർ. മഞ്ഞൾപ്പൊടിക്ക് ഇവിടെ പറയുന്ന പേര് ഹളദി പൗഡർ. പിന്നെ നമുക്ക് വേണ്ടത് വറവിടാനുള്ള വറ്റൽമുളക്, കടുക്, 2-3 ഉലുവ. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് വെല്ലമാണ്. വെല്ലം ഇവിടെ ഉരുക്കിയെടുത്ത് ഇങ്ങനെ ഫ്രഷ് വെല്ലം കിട്ടും ഈ ബോട്ടിൽ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇതിൽ പറയുന്ന പേര് ഗൂഡോ എന്നാണ്. അപ്പം നമുക്ക് വെല്ലം വെച്ചു. നല്ല കട്ടിയുള്ളൊരു ചീൻചട്ടി വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കുകയാണ്. നമുക്ക് ആദ്യം ഇഞ്ചി വറുത്തെടുക്കണം. നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി വറുത്തെടുക്കാനാണ്. ഇതൊന്ന് വറുത്തെടുക്കണം. കുറച്ച് സോൾട്ട് ഇടുകയാണ്. ജിഞ്ചർ നന്നായിട്ട് ഫ്രൈ ആയി. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എണ്ണയിൽ കോരിയെടുത്തു. ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് ജിഞ്ചർ ഉണ്ടാക്കാം. വറ്റൽമുളക് ഇട്ടു. നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. കടുക്, 2-3 ഉലുവ, ഉലുവയ്ക്ക് ഇവിടെ പറയുന്ന മെത്തി, വെല്ലീഫ്, ഒരു പച്ചമുളക് ചതച്ചത്, ഗ്രീൻ ചില്ലി, മഞ്ഞൾപ്പൊടി, ചില്ലി അധികം ഇടണ്ട, ഇഞ്ചിക്ക് നല്ല എരിവുണ്ടാവും. മല്ലിപ്പൊടി കുറച്ചെടുത്ത് കേട്ടോ. ധനിയ പൗഡർ ഇവിടെ പറയുന്ന ധനിയ. നന്നായിട്ട് ഇളക്കുക. തീയെല്ലാം കുറച്ച് വെച്ചോളൂ. ഇത് നല്ല മൂത്തിന് ഇതിലേക്ക് പുളി പിഴിഞ്ഞത്, തിൻതുളി പാനി. ഈ വെല്ലം നമുക്ക് ഇടാം. ഇഞ്ചിക്കറിക്ക് കുറച്ചധികം വെല്ലവും പുളിയൊക്കെ നന്നായിട്ട് വേണം. വലിയ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കൊണ്ട് നല്ല പൊടിക്കുക. നല്ല പൊടിഞ്ഞ് നല്ല ഫ്രൈ ആക്കി വെച്ച ജിഞ്ചർ ഇടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീയെല്ലാം കുറച്ച് വെച്ചോളൂ. നമുക്ക് മൂടി വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കുക. ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് വറ്റണം. ഇഞ്ചിയൊക്കെ ഇടാം. അതുപോലെ നല്ല കുറുക്കിയ പരുവത്തിലാവണം. ഇവിടെ പറയുന്ന ഒത കൊട്ട എന്നാണ്. നമ്മുടെ കേരളത്തിൽ പറയുന്നത് ഇഞ്ചിക്കറി എന്നാണ്. അപ്പോൾ ഇഞ്ചിക്കറിയല്ല, ഒരു അച്ചാറിൻ്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ ഒരു 10-15 ദിവസമൊക്കെ കേടുകൂടാതെ നിൽക്കും. നല്ല അടിപൊളി ഇഞ്ചിക്കറിയാണിത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഒതാക്കട്ട റെഡിയാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ജിഞ്ചർ പിക്കിൾ നല്ല റെഡിയാണ്. നമുക്ക് എല്ലാ പൊടി വേണമെങ്കിലിടാം. ഞാൻ വറവിടുമ്പോൾ ഉലുവ ഇട്ടത് കാരണമാണ്. ഉലുവ വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇഞ്ചിക്കറി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതാ നല്ല ഇഞ്ചി
ഇഞ്ചിക്കറി ഇവിടെ പറയുന്നത് ഒതാക്കൊട്ട ജിഞ്ചർ പിക്കിൾ എന്നാണ്. ഇത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കേടുകൂടാതെ ഉണ്ടാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നമുക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് നല്ല അടിപൊളി ഒഡീഷ സ്പെഷ്യലുമായി വരുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.